ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മളൊരു പട്ടി ഷോ ഇറക്കാനൊന്നുമല്ല. പക്ഷേ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു BR മാച്ചിനായിട്ടാണ് കേട്ടോ. സ്കോഡ് വൈപ്പ് ആക്കാനാണെന്ന് ഓർത്തെ നമ്മളുള്ള സാധനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണാക്കുമ്പോൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഏത് എമൗണ്ട് ഇടും, പട്ടി ഷോ ഇറക്കാൻ ഏത് എമൗണ്ട് ഇടും നോക്കി വെച്ചിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളങ്ങോട്ട് പറയണ്ടല്ലോ. പിന്നെ നമ്മൾ ഫുള്ളങ്ങ് വൈബായിരുന്നു. ഒന്നും പറയാനില്ല, സെറ്റായിരുന്നു. സെറ്റെന്ന് പറഞ്ഞാൽ വൈബായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ അതേക്കൂടെ ഓടി ഗുസ്തിയൊക്കെ ചാടി മറിഞ്ഞും എല്ലാം തലകുത്തി മറിഞ്ഞും ഓരോ ടോക്കണും കിട്ടുമെന്നൊക്കെ നോക്കി 10 രൂപ 50 രൂപയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. 5-10 5-6 നമ്മൾ തുറന്നു. ഇതിൽ നിന്ന് 50ഉം 10ഉം പൈസയൊക്കെ വെച്ചാൽ നമുക്ക് കിട്ടി. നമ്മൾ പിന്നെ M1X ആയിട്ടാണ് കേട്ടോ ഗൈസ്, ചുമ്മാ M1X ആയതാണ് കേട്ടോ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും അറിയാമല്ലോ, മാക്സിമം സപ്പോർട്ട് ചെയ്ത് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. 50 ടോക്കൺ കിട്ടി, 10 ടോക്കൺ കിട്ടിയില്ല മൂവി. പോയി നമ്മൾ പ്ലെയിൻ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. നമ്മളൊരു 50 ലൈക്ക് 100 കമൻറ്റും 100 ലൈക്കും 100 സബ്സ്ക്രൈബുമാണ് നമ്മളൊന്ന് ഓർക്കണോളൂ. നമുക്ക് ലൈവൊക്കെ ഇടാനായിട്ടാണ് കേട്ടോ. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക്. അപ്പോൾ നമ്മൾ സ്കോഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്കോഡായിട്ട് സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്നാ ഫുള്ള് ലൂട്ടൊക്കെ എടുത്ത് ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. ട്വിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ തമാശ. നമ്മളെല്ലാവരുമായിട്ട് ഇറങ്ങി നമ്മൾ മറ്റേ ചിറകിൻ്റെ സാധനം പാരഷൂട്ടൊക്കെ ഇട്ട് ചാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരെ നമ്മൾ ചാടി കോയിൻ എടുത്തു. നമ്മൾ അവനെടുത്ത് നമ്മൾ ഗണ്ണെടുക്കാൻ വേണ്ടി ധൃതിയിൽ ഓടുകയാണ് കേട്ടോ. ഇവിടെ എനിമീസ് അങ്ങനെ വന്നില്ല. അതിന് വന്നാലും പതിയെ പോയി സ്കാർ എടുത്തിട്ടുണ്ട്. സ്കാർ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മിനി സൂസ് കൊടുത്തിട്ടുണ്ട്. അതേകൂടെ എന്താണ്ട് ഇടിച്ചൊക്കെ കാട്ടിയിട്ട് നമ്മൾ നേരെ ഓരോരോ വീടിൻ്റെ ഉള്ളിൽ കയറി തപ്പിപ്പറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയത് മറ്റേ ഇതാണ് എന്നാ MP40. അതിൽ നിന്ന് നമുക്ക് ബിസൺ കിട്ടി. ബിസൺ എടുത്തില്ല, പക്ഷേ നമുക്ക് എന്നിട്ട് അടുത്ത വീട്ടിൽ കയറാൻ മറന്നുപോയെന്നും പറഞ്ഞ് ഞാൻ ഈ ഓടുന്ന സാധനത്തിൽ കയറി സ്ക്രീനിൽ ഓടാമെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി എല്ലാ സാധനവും അടിച്ച് വെച്ചിട്ടുണ്ട്. AK-47 എടുക്കാമെന്ന് ഓർത്തു, പക്ഷെ എന്നാലും എടുത്തില്ല. പിന്നെ നേരെ പോയപ്പോഴും ഹുക്ക് ഗൺ കിട്ടി. ഹുക്ക് ഗൺ എടുത്തപ്പോൾ ലക്കുണ്ടായിരുന്നു. 5ഉം 10ഉം ഉണ്ടേ ഉണ്ടായിരുന്നു. അത് കാരണം പിന്നെ ലക്കുണ്ടായിരുന്നു. പറഞ്ഞ് കളിക്കാമല്ലോ എന്നും പറഞ്ഞു. പിന്നെ ഹെൽമെറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു, ബാഗും. പിന്നെ വീട്ടിൽ കയറിയിട്ട് നമ്മൾ പിന്നെ എന്നാ ടൈം മെമ്പർ എടുത്തിട്ടുണ്ട്, ക്യാരക്ടറായിട്ടാ. പിന്നെ ഡിമിത്രി ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷനിലായിട്ട് നമ്മൾ ഡിമിത്രീനെ എടുത്തു. എന്നിട്ടാണ് നമ്മൾ നേരെ പോവാൻ കേട്ടോ. വെച്ച് പിടിക്കുക മിനിമീനെ കാണാൻ വേണ്ടി. അന്നേരം അവിടെ ഫൈറ്റ് എടുക്കണമെന്ന്. അന്നേരമാണ് നമുക്ക് എന്നായിരുന്നു നമ്മുടെ M80 എടുക്കാമെന്ന് ഓർത്ത്. M80യിൽ 12 ഉണ്ടേ ഉള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ കളയുന്നുണ്ട്. നമ്മൾ പൊട്ടത്തരം കാട്ടി ഇപ്പോൾ അതും കളഞ്ഞാൽ ഹുക്ക് നോക്കി പണി. അതിന് നമുക്ക് നല്ല സാധനമാണെന്ന് പറഞ്ഞ് നമ്മളതൊക്കെ എടുത്തു. കളഞ്ഞ സാധനം പിരിച്ചു എടുത്തു ബാഗിലേക്ക്. നമ്മൾ 1000 ടോക്കൺ ഉള്ളായിരുന്നു. നമുക്ക് ഒരു എന്നാ ഈ ആസുരാണിലൊക്കെ എടുത്തു. പിന്നെ നമ്മൾ സൂമിങ്ങിൻ്റെ എടുത്തു. പിന്നെ നമുക്ക് M80 കൊണ്ടെടുക്കാൻ പറ്റിയില്ല. എന്നിട്ടാണ് നമ്മൾ ആൾസെന്നെ തുറക്കാൻ വേണ്ടി പോവുകയാണ്. അന്നേരമാണ് ആസുര അൺലോക്ക് സമയം വേണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളും ഇതിലൊക്കെ വീഡിയോക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ വെക്കുന്ന ഇൻറ്റു ഉള്ളതായിരിക്കും പറന്നു പോകാൻ പറ്റുന്നത് നോക്കിയിട്ട് ഇൻറ്റു ഉള്ളതെടുത്ത്. അത് കാരണം കേട്ടോ പറന്നു പോകാനുണ്ടോ. ഈ മണ്ടൊക്കെ എങ്ങനെയും കയറണമെന്ന് പറഞ്ഞ് പറന്ന് നമ്മൾ ചാടി കയറി. എന്നിട്ടാണ് ഇവിടെ ഇട്ട് പട്ടി ഷോ കയറുന്നു. എമൗണ്ടിട്ട് പട്ടി ഷോ മുനക്കെ പോയിട്ട് എമൗണ്ടിട്ട് നല്ല പട്ടി ഷോ ഇറങ്ങിയ ഞാൻ. ബ്രേക്ക് ഡാൻസൊക്കെ ഇട്ട് സെറ്റായി. എന്നിട്ട് നേരെ ആ വീട്ടിലേക്ക് ചാടി. അങ്ങനെ ആ 2 ഉണ്ടെങ്കിൽ കളഞ്ഞാൻ വീട്ടിലേക്ക് ചാടി. ഇതിൽ ട്രിക്ക് ഉണ്ട് കേട്ടോ. ഈ വീട്ടിൽ നമുക്ക് ലൈഫ് കുറയാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു വീട് കാണുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഉണ്ടോ ഒരു തട്ടിലിപ്പോൾ നമ്മൾ ഇന്നില്ലേ, അതൊരു ബഗ്ഗാണ് കേട്ടോ. ആ ബഗ്ഗിലേക്ക് ചാടി നോക്കിയപ്പോഴാണെങ്കിലോ സമയമുണ്ട് 1.5 മിനിറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ 1.5 മിനിറ്റ് ഇല്ല. അപ്പോൾ നമ്മളവിടെ ഇട്ട് ഞാൻ ഇതാടാ മറ്റേ മാസ്റ്ററാടാ അടിച്ചേക്കണേന്നൊക്കെ പറഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഞാൻ പിന്നെ അറിയാണ്ട് മറ്റേ ഇപ്പോൾ ഡിമിത്രി എടുത്ത് കളഞ്ഞേനെ പൈസ. ഞാൻ ഇതിലൊരു ഇതുണ്ട്, ട്വിസ്റ്റ് ഞാൻ കാട്ടിത്തരാം, ഒരു തമാശ. നമ്മൾ ചുമ്മാ ഇതേ കൂടെ ഓടിച്ചാടി കിടക്കണ്ട, അവിടെ ആവട്ടെ എന്നും പറഞ്ഞു ഓടിച്ചാടി നടക്കണ്ട നമ്മൾ. അങ്ങനെ അവസാനം കണ്ടോ പോയി നമ്മൾ ഓടിച്ചാടി ഏതൊക്കെ തോക്ക് എടുക്കണം ഏതൊക്കെ തോക്ക് വേണ്ടെന്നൊക്കെ നമുക്ക്
ഇഷ്ടമുള്ള തോക്കൊക്കെ ഈ റെഡ് കാട്ടുന്ന തോക്കെല്ലാം എടുക്കണം എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. ആഴ്സൺ അൺലോക്ക് ആകാൻ ഏതാനും ചില ഇതുകൾ മാത്രം. അപ്പോൾ ആഴ്സൺ അൺലോക്ക് ആവും ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ അൺകച്ച് ബുയാന്ന് പറഞ്ഞ സാധനം കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഇച്ചിരി ഇരുന്ന് നമ്മൾ അത് ആവണ വരെ അന്നേരം അതായി ഇല്ല ആയി കണ്ടോ. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആയി ഉണ്ടായിരുന്നു. തുറന്നു. ഇല്ല, നമ്മുടെയൊക്കെ മെമ്പേഴ്സൊക്കെ കുറേ ദൂരമാണ്. അപ്പോൾ നമ്മളുള്ള സാധനങ്ങളെല്ലാം വാരി പറക്കി കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കാർ മാറ്റിയിട്ട് A94 എടുത്തു. അതും കൊണ്ട് നമ്മൾ M10 ഉണ്ടെന്ന് ഓർത്ത്. M10 ഇല്ലായിരുന്നു അവിടെ. M10 ഇല്ലായിരുന്നു ഗൈസ്. അത് കാരണം നമ്മൾ M80 കൊണ്ടുതന്നെ നിറച്ചിട്ടുണ്ട്. ഈ കണ്ണ് ഞാൻ M10 വെക്കാൻ നോക്കിയപ്പോൾ വെക്കുന്ന മാറിപ്പോയി. നമുക്ക് സ്കാർ എടുക്കാൻ സ്കാർ അവിടെ ഉപേക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി പോകാമായിരുന്നു. അന്നേരമാണ് ഇപ്പം ഞങ്ങൾ സ്റ്റക്കാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ അവിടെ സ്റ്റക്കാവും. സ്റ്റക്കാവണം. അയ്യോ ഗൈസ്, ഇവിടെ അല്ല കേട്ടോ ഗൈസ്. ഞാൻ ഓടി ചെല്ലുവാണ് കേട്ടോ. നല്ല സമയം ഓടുവാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാരന്മാരെയൊക്കെ രക്ഷിക്കാൻ. അവിടെ ഒരുത്തന്നെ അവൻ റിവൈവ് ചെയ്യും. ഇവൻ്റെ ലൈഫ് പോവാറായിട്ടുണ്ട്. അപ്പോൾ അവനെ കൊണ്ട് അടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിലന്തി വലയിട്ട് കയറുവാണ്ടോ. സൂപ്പർമാൻ സ്പൈഡർമാൻ എന്നും പറഞ്ഞിട്ട് ചുറ്റും ഗ്ലൂവാളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചുറ്റും ഗ്ലൂവാളിട്ട് അവനെ പൊക്കി. ഞാൻ അവിടെ നിന്ന് അടിയിടാണ്ടിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഗ്ലൂവാളിട്ടുണ്ട് മെഡടിക്കാൻ വേണ്ടി. പാവം പുള്ള മെഡടി സെറ്റായിട്ടുണ്ട്. എന്നോടുള്ള ഇഷ്ടം കാരണമാണെന്ന് തോന്നുന്നു. ഇവൻ എപ്പോഴും എന്നെ പൊക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതൊക്കെ വഴിയെ കണ്ട്. ഇവിടെയാണ് നമുക്ക് ബഗ് അടിച്ചത്. എന്നു പറഞ്ഞാൽ വേറെ ഒന്നല്ല ഗീസ്. ഞാൻ അതേക്കൂടെ ക്രിസ്മസ് പാപ്പൻ്റെ വണ്ടി പോയി. അപ്പോൾ അതും കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. സോറി ഗീസ്. അപ്പോൾ നമ്മൾ പയ്യൻ ഇറങ്ങി ഓടിയിട്ടുണ്ട്. എനിക്ക് അടി കൊള്ളാൻ പറ്റില്ല എന്നും പറഞ്ഞ് നമ്മൾ പിന്നെ അവിടെ ബഗ്ഗായി ക്രിസ്മസ് പാപ്പൻ്റെ വണ്ടി കാണാൻ വേണ്ടി. നമ്മളുണ്ട് M1X ഇട്ടിട്ട് ഓടുകയുണ്ടാ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോമഡി ഉണ്ട്. എനിക്ക് കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണെന്നൊന്ന് കമൻറ്റ് ഇട്ട് തരാം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ 2 കൂട്ടുകാരന്മാരുണ്ട്. അവന്മാരെൻ്റെ ചങ്ക് ബഡ്ഡീസാണ്. അവന്മാരായിട്ടുള്ളൊരു വീഡിയോയും ഞാൻ ഇനി കാട്ടുന്നതായിരിക്കും. ഞാൻ ഇതിൽ ലൂട്ട് ബോക്സാന്ന് ഓർത്ത് നോക്കുകയാണ്. അത് മറ്റേ ഫയർ റിസ്ക് പറഞ്ഞു. പിന്നെ ഒന്നുമില്ല. അതുമില്ല. അതിലൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഒരു എനിമീനും കാണുള്ള ഗൈസ്. ഒരു കില്ലും കിട്ടുള്ള പണ്ടാരം. ഈ കളിയിൽ നമ്മളിങ്ങനെ ഓടി നടക്കണ്ട. ഏതിൽ വണ്ടി കിട്ടി അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഹുക്ക് കണ്ണൊക്കെ എടുത്തുകൊണ്ട് ഓടണം കേട്ടോ. എവിടെ ഹുക്ക് കിട്ടുവാണെങ്കിൽ ഹുക്ക് കിട്ടാന്ന് പറഞ്ഞു. പാറയിലൊക്കെ കിട്ടി. പാറയിൽ നമുക്ക് ചാടി കയറാനേ കുറിച്ചാൽ കാരണം നമ്മൾ കയറിയില്ല. പിന്നെ നിലത്തടിച്ച് നോക്കിയാലോ ഓർത്തു. വേണ്ടാന്ന് ഓർത്തു. നമ്മൾ അവിടേക്ക് മാർക്ക് ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഓർത്തു അവിടെ വേണ്ടാന്ന് ഓർത്ത് നമ്മൾ ആ മാർക്ക് ഇപ്പം തന്നെ കളയും. ഇപ്പം തന്നെ കളഞ്ഞു നമ്മൾ. എന്നിട്ട് മൂല കൊണ്ടിട്ടു. നമ്മളിത് വണ്ടി എടുത്തിട്ട് ടീമേറ്റിനെ പിക്ക് ചെയ്യാമെന്ന് ഓർത്ത് പോവാണ്. ടീമേറ്റിനെ പിക്ക് ചെയ്യാൻ നേരത്താണ് നമ്മൾ ഈ കഥ കണ്ടത്. നമ്മുടെ ഫേവറേറ്റ് ഗൺ അതേതാ? UMP. ഒന്നും നോക്കിയില്ല. M18 കളഞ്ഞു നമ്മൾ. M18 എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. എന്നാലും UMPയുടെ മുന്നിൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. UMP അണ്ടണിക്ക് ഞാൻ M18യുടെ ഫുള്ളുണ്ടെങ്കിൽ കളഞ്ഞ് നമ്മൾ UMP എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഗണ്ണാണ് ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ഇട്ട് തരാം. പിന്നെ നിങ്ങളുടെ ഫ്രീ ഫയർ ID ഒന്ന് കമൻറ്റ് ഇട്ട് തരാം. ഞാൻ എക്യുപ്പ് ചെയ്യണമായിരിക്കും കേട്ടോ. KMC കൊമ്പൻ്റെ റൈസ്റ്റാറിനൊന്നും വരില്ല കേട്ടോ. എനിക്ക് കണ്ടാൽ മനസ്സിലാവാം. ഇതിൻ്റെ ഉണ്ട് തപ്പി ഇതിൻ്റെ ഉണ്ട് ഇവിടെ ഉണ്ടാവുമെന്ന് ഓർത്ത് തപ്പി നമ്മൾ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് പണ്ടത്തെ ആൾസിനെ ഓർമ്മയുണ്ടെങ്കിൽ അതിൻ്റെ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനല്ല, ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമായിരിക്കും അത്. പോയി നമ്മൾ വണ്ടിയിലേക്ക് കയറിയുണ്ട്. പോയി നമ്മൾ കയറിയതും ഇതുകൊണ്ടോ നമ്മുടെ ഡിമിത്രി ഉണ്ടായിരുന്നു. ഡിമിത്രി ഇതാണ് നമ്മുടെ ടെസ്റ്റ്. ഡിമിത്രി ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇട്ടില്ല. നമ്മൾ ചത്തു. എന്നിട്ട് ക്യാൻസൽ അടിച്ചു. എന്നിട്ട് നമ്മുടെ ചങ്ക് മച്ചാനാണെങ്കിൽ നമ്മളെ പൊക്കുമെന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് അവൻ നമ്മളെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ആ കഥ നടന്നത്. മറ്റവൻ നമ്മളെ പൊക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ പാവം കുഴപ്പമില്ല. സൂപ്പർ റിവൈവൽ വെച്ച് പൊക്കി തന്നെ. എന്നിട്ട് ഞാൻ വെളിവില്ലാത്തവൻ അവിടേക്ക് തന്നെ പോയി ചാടുവാട്ടോ പോയി. എൻ്റെ ആകെ തോമസനാണ് കേട്ടോ. തോമസ് വെച്ച് എനിക്ക് ഹെഡ് അടിക്കാൻ
ഹെഡടിക്കാൻ അറിയാം, പക്ഷെ കുത്തി പിടിക്കാൻ അത്ര അറിയില്ലട്ടോ. ഞാൻ പോയി എന്നാ ഇതിൻ്റെ മണ്ടക്ക് കയറി ചാടി, ആസിനോട് മണ്ടക്ക് കയറി ചാടിയപ്പോഴാണെങ്കിൽ എന്നെ കൊന്ന എനിബീനെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ നോക്കിയപ്പോൾ നല്ല ഡാം ഇരിക്കുന്നു. അങ്ങനെ ക്രോണ ഇട്ടിട്ട് ബഗ്ഗായി പോയത്. ക്രോണ ഇട്ടിട്ട് അന്നേരമാണ് ഞാൻ ഓർത്തത് ഞാൻ വരില്ല, ഞാൻ നടുക്ക് ഞാൻ വരില്ലല്ലോ എന്ന് ഓർത്തപ്പോഴാണ് എൻ്റെ ഹുക്കെണ്ണ എൻ്റെ കയ്യിലുണ്ട്. അന്ന് നോക്കി വേണം പറന്നു വന്നു എന്നെ അടിച്ചുവിട്ട്. ഗുയ്സ് ശുഭദിനം. പിന്നെ ഒരുത്തൻ ബഗ്ഗായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുത്തനോട് നമ്മൾ കുറേ ഹലോ ബായ് റിവൈവ് ബായ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ഇതൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല സീനൊക്കെ ആയിട്ട് കറങ്ങി അടിച്ചൊക്കെ പോകുന്നുണ്ട്. നമ്മളാണ് റിവൈവിൻ്റെ വട്ടം മറ്റേ ചിലക ഫ്രീ ഫയർ ഞെക്കിയിട്ടുണ്ട്. കഞ്ചുബുയ ഇതിനാണെങ്കിൽ നമ്മൾ തുറന്ന ആസിനോയും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം എടുക്കണം എന്നും പറഞ്ഞു. സോറി, അത് ഞാൻ ചെറുതായിട്ട് വീഡിയോ കട്ട് ചെയ്യാൻ നോക്കിയതാണ്. ഞാൻ ഇനി തൊട്ട് അങ്ങനെ ഇടില്ല, സോറി. കാരണം ഇവനാണെങ്കിൽ പാവം ഒരുത്തൻ അവിടെ എമോട്ട് ഇട്ടുകൊണ്ടിരിക്കുക പറഞ്ഞു. അവൻ അടിച്ച് കൊന്ന് ടീം വൈപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ. കാരണം ആ പെണ്ണിനെ കൊന്നു. ഏടാ ഈ പെണ്ണല്ലേ വീസ് നമ്മളെ കൊന്ന, ആ പെണ്ണിനെ കൂടെ അവൻ കൊന്നിട്ടുണ്ട്, തീർത്താടിയിട്ടുണ്ട്. ഇനി നമ്മളെ പൊക്കൂന്ന് ഓർത്ത് നടക്കുമ്പോഴാണ് നമ്മളെ പൊക്കൂലാത്ത കഥ. ചുമ്മാ പറഞ്ഞാണ്ട് വോയിസ്. ഞാൻ കുറേ മൈക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് ബ്രോ സൂപ്പർ റിവൈവ് എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ പുള്ളിയാണെങ്കിൽ പോയി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വോയിസ്. ട്ടാണെങ്കിൽ നമ്മൾ സൂപ്പർ റിവൈവ് എല്ലാവരും പൊക്കിയിട്ടുണ്ട്. ഞാൻ 3 നമ്പറിന് പൊക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പൊക്കി. താങ്ക് യു. എന്നിട്ട് ലാസ്റ്റ് സോണാണ് കേട്ടോ, ലാസ്റ്റ് സോണല്ല സെക്കൻഡ് ലാസ്റ്റ് സോണാണ് കേട്ടോ. സ്കാർ വെച്ച് അവിടെ നിന്നൊക്കെ നല്ല അടിയിട്ടുണ്ട്. ഞാനാണ് സോണിൽ പെട്ടില്ല ഉള്ളവർ ഈ തോക്ക് കിട്ടാൻ വേണ്ടി ഞാൻ നേരെ ഉണ്ടല്ലോ എന്നെ കൊന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു ആ എനിമീസ് ഫുൾ എനിമീസ് കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ നേരെ ചാടി തോക്കെടുത്തു. എന്നിട്ട് താഴെക്കൂടെ ഒരു എനിമി കൂടെ പറഞ്ഞു, ഞാൻ കണ്ടില്ല. ഞങ്ങൾക്ക് നല്ല ഡാം കിട്ടി. എന്നിട്ട് ഞാൻ അവിടെ ഗ്ലൂ ആൾട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്നു. എന്നിട്ട് ക്രോണ ഇട്ടിട്ട് അടിച്ചു. ഞാൻ ചത്തുപോയി.